നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എവിടെ എന്താ പറയുക, തലമണ്ട ഉണ്ടല്ലോ, തലയോട്ടി എന്നൊക്കെ പറയില്ലേ, ആ സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഹായ്, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലൊക്കെ താരൻ എന്നതൊരു വലിയ പ്രശ്നമാണല്ലേ എല്ലാവർക്കും. അപ്പോൾ താരൻ എങ്ങനെ ഇല്ലാതാക്കാം എന്നൊരു കുഞ്ഞു ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണണം, എങ്കിൽ മാത്രമേ താരൻ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നമ്മുടെ ടിപ്സ് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഒരുപാട് വലിച്ചു നേരത്തില്ല, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് താരൻ കുറച്ചതെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പറയട്ടെ. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ തലയിൽ ഒരുപാട് താരൻ ഉണ്ടായിരുന്നു കേട്ടോ മുമ്പ്. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്താ മുടി പോകാത്ത മുന്നും ഒരുപാട് താരൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പലവിധ ടിപ്സുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ പോകും, പിന്നെ അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ കുറച്ചൊക്കെ എന്താ പറയുക, ഓയിലി സ്കിന്നല്ല, കുറച്ച് ഡ്രൈ ആണ്. അതുകൊണ്ട് എപ്പോഴും കുറച്ച് താരൻ ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ താരൻ അങ്ങനെ പൊടി പോലെ ഇങ്ങനെ വീഴും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറവാണ്, എങ്കിലും മുമ്പൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അണ്ട താരൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ താരനാണ്, നമ്മൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെയൊക്കെ അണ്ടാന്ന് പറയും, വലുതായ താരൻ എന്നല്ലേ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ താരൻ തന്നെയാണത്. അപ്പോൾ ഓയിൽ മയം ഇല്ലെങ്കിൽ തലയിൽ ധാരാളം താരൻ നമുക്ക് കാണപ്പെടും കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ താരനൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒരു ഷെയിമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇല്ലെങ്കിലെന്ന് തോന്നിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാനിപ്പോൾ മുടി പോയ സമയത്ത് മുടി പോയി കുറേ ഓയിലുകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അപ്പോൾ എനിക്ക് വീണ്ടും താരൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ താരനുണ്ട് ധാരാളമായിട്ട്. അപ്പോൾ സാർ അതെങ്ങനെ പോവുക, അപ്പോൾ സാറൊരു ഓയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ എന്താ പറയുക, നമ്മുടെ സാധാ നാരങ്ങ ഉണ്ടല്ലോ, അതും കൂടെ അപ്ലൈ ചെയ്താൽ ഒരുവിധമൊക്കെ താരം പോയി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓയിലിൻ്റെ പേരെന്ന് പറയുന്നത് പാമാന്തകം പറയുന്ന ഓയിലാണ്. ഞാനിത് പകുതി യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരുവിധം ഇപ്പോൾ അതിൻ്റെ കുറഞ്ഞിട്ടുണ്ട് താരം കേട്ടോ. പാമാന്തകം ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സമയം കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സമയമുള്ള പോലെ യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 10-15 മിനിറ്റൊക്കെ തലയിൽ തേച്ചിട്ട് പിടിപ്പിച്ച് നിന്നാൽ മതി. കുറച്ച് താരം കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ. നന്നായിട്ട് കുറയും, കുറച്ചല്ല ഒരുപാട് കുറയും. എൻ്റെയൊക്കെ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല, കുറഞ്ഞ് കിട്ടും. നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യണമെങ്കിൽ കുറഞ്ഞ് കിട്ടും. പിന്നെ വേണ്ടത് നമുക്കൊരു നാരങ്ങ, ഒരു നാരങ്ങയൊന്നും വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ വലിയൊരു നാരങ്ങൻ്റെ പകുതി ഒരു കഷ്ണമായിട്ട് എടുക്കുക. ആദ്യം നമ്മൾ നാരങ്ങൻ്റെ, ഇപ്പോൾ ഞാനൊരു പീസാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പീസ് എന്ന് പറയുന്നത് നമ്മൾ തലയിൽ, ഇപ്പോൾ ഞാൻ എന്താ പറയുക അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളങ്ങനെ ഇതിനെ പിഴിഞ്ഞെടുക്കൊന്നും ആവശ്യമില്ല. നമുക്ക് അതൊക്കെ ബുദ്ധിമുട്ടല്ലേ, നമുക്ക് വേഗം എങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് നമുക്ക് വേണ്ടതല്ലേ ആവശ്യം. അപ്പോൾ എനിക്ക് അങ്ങനെ മടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞ് പാത്രത്തിലൊന്നും കൊണ്ടുവരാറില്ല. ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇങ്ങനെ തലയിൽ എല്ലാവിടെയും അപ്ലൈ ചെയ്യാം. എന്താ പറയുക, നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എവിടെ എന്താ പറയുക, തലമണ്ട ഉണ്ടല്ലോ, തലയോട്ടി എന്നൊക്കെ പറയില്ലേ, ആ സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. നമ്മൾ എവിടെയൊക്കെയാണോ അങ്ങനെ പിഴിഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ കൈ നമ്മൾ കഴിഞ്ഞിട്ട് എല്ലാവിടേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് അതൊക്കെ നമുക്ക് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാരൊക്കെ പോയി കിട്ടും. അല്ല, പിഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്, എനിക്ക് സമയമൊന്നുമില്ല, അതുകൊണ്ട് ഞാനപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കൂടുതലും. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ എല്ലാവിടെയും അത് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നാരങ്ങൻ്റെ അതൊക്കെ പോയി കിട്ടും. ഇതാക്കുക. എന്നിട്ട് നമ്മൾ ഈ ഓയിലുണ്ടല്ലോ, ഓയിൽ നന്നായിട്ട് കുളിക്കണം കേട്ടോ. കാരണം ഇത് കോട്ടയ്ക്കൽ ഇതൊക്കെ ആയുർവേദങ്ങളാകുമ്പോൾ എന്താ പറയുക, അങ്ങനെ അടിയിൽ കട്ടായിട്ട് നിൽക്കാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ട് കുളിച്ച് ഷേക്ക് ചെയ്തിട്ട് ഓയിൽ എടുത്ത ശേഷം നമുക്ക് ആവശ്യമുള്ളത്ര നമ്മുടെ മുടിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് നമ്മളെല്ലാവിടേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, എല്ലാ ഭാഗത്തേക്കും. എന്നിട്ട് ഒരു 10-15-20 മിനിറ്റ് നമുക്ക് എത്രത്തോളം വയ്ക്കാൻ പറ്റും അത്രത്തോളം കുഴപ്പമില്ല. നമ്മൾ തലയിൽ നമുക്ക് സമയം കിട്ടുന്ന അതിനനുസരിച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇവിടെയൊക്കെ എല്ലാ ഭാഗത്തും പിടിപ്പിക്കുക കേട്ടോ. എല്ലാ തലയോട്ടിയിലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ പിടിപ്പിക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശമൊക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരുവിധം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ പിടിപ്പിക്കുക. ഒരു 10-15 മിനിറ്റ്. നാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് ചെയ്യാൻ എടുക്കുന്നവർക്ക് എടുത്തിട്ട് തേക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തുള്ളൂ എന്ന് വിചാരിക്കുന്നത്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു 10-15 മിനിറ്റ്
10-15 മിനിറ്റ് ഇങ്ങനെ തല സാധാ നമ്മളിങ്ങനെ പിടിപ്പിക്കില്ല. നമുക്ക് എവിടെയാണ് നമുക്ക് കൂടുതൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എവിടെയാണല്ലോ താരനൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. എന്നിട്ട് അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നാരങ്ങ നീരൊക്കെ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ പോകും. നാരങ്ങ ആസിഡാണല്ലോ, സിട്രിക് ആസിഡാണല്ലോ, വിറ്റാമിൻ സി ഒക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. സിട്രിക് ആസിഡും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നന്നായിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് താരനുള്ളത്, നമുക്ക് ചൊറിച്ചിലും ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നത് താരം കൂടെ നന്നായിട്ട് ചൊറിയാനൊക്കെ സാധ്യതയുണ്ട് ചിലവർക്കൊക്കെ. അപ്പോൾ അവിടെയൊക്കെ തേക്കുക. നാരങ്ങ നന്നായിട്ട് ഇപ്പോൾ മുറിവുകളൊക്കെ ഉള്ള സ്ഥലത്ത് തട്ട് കാണിച്ച് എരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അനുസരിച്ച് നമുക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് കെട്ടി വയ്ക്കാം. തല എന്തെങ്കിലും ബണ്ണൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ട് അപ്പോൾ അതൊക്കെ പിടിച്ചിറങ്ങും. അപ്പോൾ നമുക്ക് ഒരുവിധം താരനൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് ഇത് കഴുകിക്കളയാം. അപ്പോൾ ഒരുവിധം താരനൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.